വാർത്ത അത്ര സന്തോഷമുള്ള ഒരു വാർത്തയല്ല. നമുക്കറിയാലോ ഈ നെന്മാറയിലെ ഇരട്ടക്കൊലപാതകം, അതുമായി ബന്ധപ്പെട്ട ഏത് റിപ്പോർട്ടുകൾ അപ്ഡേറ്റ്സ് വന്നാലും നമുക്ക് ആ ദിവസവും ഒക്കെ ഓർമ്മ വരും. അപ്പോൾ ആ കേസിൽ പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് എന്ന വിവരം വരുന്നു. ആലത്തൂർ കോടതിയിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രത്തിൽ 500-ലധികം പേജുകളുണ്ട്. ചെന്താമരയാണ് കേസിലെ ഏക പ്രതി. അത് ബഹുമാനപ്പെട്ട കോടതിയിൽ വരുമ്പോൾ എല്ലാവരും അറിയും. അത്രയും പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള എല്ലാം കുറ്റപത്രത്തിലുണ്ടായിരുന്നു. ഉണ്ട്, കിട്ടും. ഈ കേസിൽ മറ്റേ ഈ ലാബിൽ നിന്ന് റിസൾട്ട് വരാൻ കുറേ വൈകി. പക്ഷേ ഒരു SP സാറിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് നമുക്ക് 15 ദിവസത്തിനകം തന്നെ ലാബിൽ നിന്ന് കിട്ടേണ്ട റിസൾട്ടുകളെല്ലാം കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റിയത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. 500-ലധികം പേജുകളുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അല്ലേ പല കേസുകളും ഇങ്ങനെ നീണ്ടു പോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ എന്ന കാര്യത്തിലൊക്കെ തന്നെ. പക്ഷേ ഇതങ്ങനെയല്ല. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെയൊക്കെ ആ ഒരു ആത്മാർത്ഥമായ ഇടപെടൽ അതിലുണ്ടായിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, പറയൂ. തീർച്ചയായും നമ്മൾ അല്പസമയം മുൻപ് കൊല്ലപ്പെട്ട ആളുകളുടെ അവരുടെ മക്കളുമായി സംസാരിച്ചിരുന്നു. അതുല്യയും അനഘയും. അവർ വളരെ സന്തോഷത്തോടെ, അല്ലെങ്കിൽ വിഷമമുണ്ട്, പക്ഷേ ആ വിഷമത്തിനിടയിലും ഒരു സന്തോഷമുണ്ട്. കൃത്യമായ രീതിയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലുണ്ടായിരിക്കുന്നു. 58-ാം ദിവസം ആ നരാധമന് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് പോലീസ് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, അന്വേഷണ സംഘത്തിലെ പ്രധാനികൾ പോലീസ് ഇവരെ വിളിച്ച് കുറ്റപത്രത്തിലെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുത്തു. കോടതിയിൽ എപ്പോൾ വരണമെന്നും അങ്ങനെ കോടതിയിൽ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം, കേസിനെക്കുറിച്ച് എന്തെല്ലാം പറയണമെന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലീസ് വ്യക്തമായി വിവരിച്ച് നൽകിയിട്ടുണ്ട്. മൊഴിയെല്ലാം കൃത്യമായി വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. എന്തായാലും 58-ാം ദിവസമാണ് ഇത്തരത്തിൽ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. ചെന്താമരയാണ് ഈ ഏക പ്രതി. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഈ 58 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. 133 സാക്ഷികൾ, ഇതിൽ പോലീസുകാരടക്കം 133 സാക്ഷികൾ ഇതിലുണ്ട്. ദൃക്സാക്ഷിയുണ്ട്. ദൃക്സാക്ഷി ഒരു ഘട്ടത്തിൽ ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഈ മേഖലയിൽ നിന്ന് നെല്ലിയാമ്പതിയിലേക്ക് രക്ഷപ്പെട്ടിരുന്നു. ഏതാണ്ട് ഒരു ഒളിച്ചു കിടക്കൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ പോലീസ് അദ്ദേഹത്തെ കണ്ടെത്തി, അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം വിളിച്ച് ചോദിച്ച് കൃത്യമായ രീതിയിൽ പോലീസ് അദ്ദേഹത്തിൻ്റെ കൂടി രഹസ്യമൊഴി, അതിൽ 8 പേരുടെ രഹസ്യമൊഴി ചിറ്റൂർ കോടതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 8 പേരുടെ രഹസ്യമൊഴിയും ഈ കുറ്റപത്രത്തിൽ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 485 പേജാണ് ഈ കുറ്റപത്രം എന്ന് പറയുന്നതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ആദ്യഘട്ടത്തിൽ എല്ലാവരും കരുതിയിരുന്നത് വലങ്കൈ കൊണ്ടാണ് കൊലപാതകം നടത്തിയിരുന്നത് എന്നാണ്. പക്ഷേ കുറ്റപത്രത്തിൽ നമ്മൾ ഏറ്റവും പറയുന്ന സൂചന പ്രകാരമാണെങ്കിൽ പ്രതി ചെന്താമര ഇടങ്കയ്യനാണ് എന്നാണ്. എന്തായാലും ഇടങ്കൈ കൊണ്ടും വലങ്കൈ കൊണ്ടും ഒരുപോലെ ആക്രമിക്കാൻ കഴിവുണ്ട് എന്ന് കൃത്യമായ രീതിയിൽ പറയുന്നു. നമുക്ക് പുറകിൽ കാണുന്ന ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഫസ്റ്റ് ആലത്തൂർ, ആ കോടതിയിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ട്രയൽ ആരംഭിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് കടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ആ മക്കൾക്ക് നീതി വേണം, കൊല്ലപ്പെട്ടവർക്ക് നീതി വേണമെന്ന് ഒരേ സ്വരത്തിൽ പറയുന്നു. ചെന്താമരയ്ക്ക് യാതൊരു തരത്തിലുള്ള മാനസിക രോഗവും ഇല്ല എന്നും ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കുറ്റപത്രത്തിന്റെ പകർപ്പടക്കമുള്ള മറ്റു കാര്യങ്ങൾ ലഭ്യമാക്കാൻ അല്പസമയത്തിനകം തന്നെ നമുക്ക് കഴിയുമെന്നാണ് സ്മിത പ്രതീക്ഷിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.